നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ മുബാറക് കുറവന്തോട് ആലപ്പുഴയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. ഈ നിൽക്കുന്നത് നമ്മുടെ റിങ്കു എന്ന് പറയുന്ന സഹോദരനാണ്. റിങ്കുവിൻ്റെ മാതാവാണിത്. ഈ മാതാവിന് ഹൃദയ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട രോഗവിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഈ മാതാവിൻ്റെ ഹൃദയത്തിൽ പ്ലാസ്മ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹൃദയത്തിൽ ഹോളുകൾ വരികയും തുടർന്ന് ഹൃദയം ഓപ്പൺ ചെയ്ത്, അതായത് ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്തെങ്കിൽ മാത്രമേ ആ മാതാവിന് തുടർന്ന് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും തകർന്നു നിൽക്കുന്ന ഈ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഈ മാതാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ കാണുന്ന സഹോദരന്മാർ ഈ റിങ്കുവിനും കുടുംബത്തിനും കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വിനീതമായി അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാതാവിൻ്റെ ഹൃദയം ആദ്യം പരിമല ഹോസ്പിറ്റലിൽ ചികിത്സിക്കുകയും സാമ്പത്തികമായിട്ട് യാതൊരു നിവൃത്തിയില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിലാക്കുകയും ചെയ്യും. തുടർന്ന് മാതാവിന് യാതൊരു നിവൃത്തിയും സാമ്പത്തികമായിട്ടില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സ്വന്തമായി വീടുണ്ടെങ്കിൽ തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയുള്ള വീടാണ്. റിങ്കുവിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയാണ് ഇതെല്ലാം നാം ജോലിക്ക് വന്നതും ജോലിയുടെ ഇതും തകർന്നു നിന്നതും എല്ലാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങൾ കുറിച്ചത്. ഓപ്പറേഷൻ നടക്കണമെന്നാണ് എൻ്റെ ഇത്. അതിന് വേണ്ടി സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പരിമലയിലായിരുന്നു പറഞ്ഞത്, പക്ഷേ അത് നമ്മുടെ കഴിവിൻ്റെയും അപ്പുറത്തായിട്ടുള്ള ഇതാണ് വന്നത്. അത് കാരണം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് പിന്നെ റെഫർ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഇനി എൻ്റെ മുന്നോട്ടുള്ള ചികിത്സ തുടർച്ചയായി ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യും. അതാണ് അവിടെ നിന്ന് തന്നിരിക്കുന്ന ഇത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുന്ന ഈ മാതാവിന് കഴിവിൻ്റെ പരമാവധി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ സാമ്പത്തികമായിട്ട് വലിയ ചിലവ് വരുത്തില്ല എങ്കിൽ തന്നെയും ഗവൺമെൻറ് തസ്തികയിൽ ചെയ്യാൻ പറ്റുന്ന പരിമിതി കഴിഞ്ഞതിന് ശേഷമുള്ള ചിലവുകൾക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല. ഈ റിങ്കുവിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു ശമ്പളം കൊണ്ടിട്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിതാവ് ഇവരെ ഉപേക്ഷിച്ച് പോയൊരവസ്ഥയിലുമാണ്. പിതാവില്ലാതെ ഈ മാതാവിന് തുണ റിങ്കുവിന് തുണ മാതാവ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ നിർധനരായ ഈ പാവപ്പെട്ട ഈ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്താൽ അവരെ തുടർന്ന് നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ കാണുന്ന സഹോദരന്മാർ ജാതി മത ഭേദ വർഗ വർണ്ണ വിഭജനങ്ങൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഈ സഹോദരനെ ഈ കുടുംബത്തിനെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.